ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി സ്പെഷ്യലായിട്ട് തയ്യാറാക്കുന്ന ഒരു ദോശയാണ്. ഈ ദോശയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉഴുന്നൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതേപോലെ തന്നെ തലേദിവസം നമുക്ക് മാവൊന്നും അരച്ചു വെക്കേണ്ട ആവശ്യമില്ല. രാവിലെ തന്നെ അരച്ച് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ദോശയാണത്. അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ചട്നിയും തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 1 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കത് വറുത്തതോ വറക്കാത്തതോ ആയ റവ എടുക്കാം കേട്ടോ, ഏതായാലും കുഴപ്പമില്ല. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ബൗളിന് 1/4 കപ്പ് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തൈരാണ്. 3 ടേബിൾ സ്പൂൺ തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണിത്. പുളിയുള്ള തൈരാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി എടുത്തിട്ടുള്ളത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ചെറിയ സവാളയാണ്. ചുവന്നുള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല മഷി പോലെ തന്നെ അരച്ചെടുക്കണം. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് അരച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ ദോശമാവിൻ്റെയൊക്കെ പരുവത്തിൽ വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ അതാണ് നമ്മുടെ റവയെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് അരച്ചെടുക്കാൻ. ഒരുപാട് വെള്ളമായി പോകരുത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ആ നേരത്തിന് നമുക്ക് നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ഒരു ചട്നി തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചട്നി തയ്യാറാക്കാം. അപ്പോൾ അതുകൊണ്ട് അതിനുവേണ്ടി ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴേ ഒരു മീഡിയം സൈസിലുള്ള സവാള കട്ട് ചെയ്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2-3 പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഈ പച്ചമുളകും സവാളയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല. ചെറിയ രീതിയിലൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്ക് ഇഡ്ഡലിയുടെ കൂടെ ആയാലും ദോശയുടെ കൂടെ അതുപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ചട്നിയാണ്. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയം ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം വാളൻപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ വാളൻപുളിക്ക് പകരമായിട്ട് നമുക്ക് തക്കാളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർക്കുമ്പോഴും അതുപോലെ തന്നെ വാളൻപുളി ചേർത്ത് കൊടുക്കുമ്പോഴും 2 ടേസ്റ്റാണ് കിട്ടുന്നത് കേട്ടോ. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പുളിയോ അല്ലെങ്കിൽ തക്കാളിക്കോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് 1 മിനിറ്റ് ഒന്നുകൂടി ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മുളക് പൊടിയാണ്. ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. ആ മുളക് പൊടിയുടെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്ന രീതിയിൽ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം വളരെ കുറച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട് കേട്ടോ, അല്ലെങ്കിൽ ആ മുളക് പൊടിയൊക്കെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. മുളക് പൊടിയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുറച്ച് മല്ലിയിലയാണ്. മല്ലിയില ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് ആ മല്ലിയില ഒന്ന് വാടി കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ മല്ലിയിലയും കൂടെ ചേർത്ത് നമ്മൾ ഈ ചട്നി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം ഒരു തവണയെങ്കിലും. അപ്പോൾ ദാണ്ട നമ്മുടെ ആ മല്ലിയിലയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം. സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ഇതിൻ്റെ ചൂട് ആറാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് തേങ്ങ ചിരകിയതാണ്. ഒരു ചെറിയ കപ്പിന് 1/4 കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഏകദേശം 1 പിടി തേങ്ങ കാണും കേട്ടോ. കുറച്ച് തേങ്ങ മാത്രം മതി. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് അരച്ചെടുക്കാവുന്നതാണ്. ഞാനിത് നല്ല തിക്കായിട്ടാണ് ഈ ചട്നി ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം കൂട്ടിക്കൊടുക്കാവുന്നതാണ് കേട്ടോ. പക്ഷേ ഒരുപാട് വെള്ളം നമ്മൾ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതാ കണ്ടില്ലേ, ഞാൻ ഈ ഒരു രീതിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മളിതിനകത്ത് കടുക് വറുക്കുന്നൊന്നുമില്ല. ഈ സമയം നമുക്ക് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഈ ഉള്ളിയൊക്കെ വഴറ്റിയെടുത്തത് കൊണ്ടും അതുപോലെ തന്നെ മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ടും നല്ലൊരു ടേസ്റ്റാണ് ഇതിന് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്.
അപ്പോൾ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ചൂടോടുകൂടി ചട്നിയുടെ കൂടെ കഴിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതൊരു സൈഡിലോട്ടൊന്ന് മാറ്റി വെച്ചിട്ട് ദോശ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതുകൊണ്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ദോശമാവൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബേക്കിംഗ് സോഡയാണ്. 2 പിഞ്ച് ബേക്കിംഗ് സോഡ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരുപാട് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഈ സോഡ എങ്ങും കട്ട പിടിച്ചൊന്നും കിടക്കാൻ പാടില്ല. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യണം. 1 സ്പൂൺ വെള്ളത്തിൽ വല്ലതും മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ദോശ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. നമ്മൾ ആ തൈരൊക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ നമ്മൾ അരി അരച്ചുണ്ടാക്കുന്ന ആ ദോശയുടെ അതേ ഒരു ടേസ്റ്റാണ് കിട്ടുന്നത്. നല്ല സോഫ്റ്റുമാണ് ഈ ദോശ. ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് അങ്ങ് ചൂടാവരുത്. ഒരു മീഡിയം ലെവലിൽ മാത്രമേ നമ്മുടെ പാൻ ചൂടാകാവൂ. അപ്പോൾ ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാവിൽ നിന്നും ഒരു തവി മാവ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ചെറിയ ചെറിയ ബബിൾസ് തണ്ട് ഇതേപോലെ വരും. അപ്പോൾ ഒരു വശം ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പം ഇതിലേക്ക് ഞാൻ കുറച്ച് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല. കുറച്ച് എണ്ണ മാത്രം ഇതുപോലൊന്ന് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ തലേദിവസമൊക്കെ അരി അരയ്ക്കാനൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് രാവിലെ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ദോശ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു സൈഡിൽ നിന്ന് വെന്ത് വന്നപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുത്തിട്ട് മറു സൈഡും കൂടി നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതാ കണ്ടില്ലേ, നമ്മുടെ ഒരു ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ദോശയും കൂടി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതാണ്ട് നമ്മൾ ഉഴുന്ന് ചേർക്കാതെ വളരെ പെട്ടെന്ന് തന്നെ രാവിലെ തന്നെ അരച്ചുണ്ടാക്കിയ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിത് തട്ട് ദോശയുടെ കൂട്ട് വളരെ ചെറുതായിട്ടാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. ഇനി ഇത് വലുതായിട്ട് പരത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇതാ കണ്ടില്ലേ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.